ഉപദ്രവമൊന്നുമില്ല. കുറുപ്പിന്റെ മകനാണെന്നുള്ള പരിഗണനയുണ്ട്. ഭാവിയിലെ മുഖ്യമന്ത്രി വരെ ആകേണ്ട യുവജന നേതാവിനെ ഇരുമ്പഴിയിൽ കിടക്കാൻ വിട്ടുകൊടുത്തു എന്നാ പലരും ചോദിക്കുന്നത്. കഴിഞ്ഞ കാലത്ത് ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ളവരിൽ പലരുമാണ് പിന്നീട് മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഒക്കെ ആയിട്ടുള്ളത്. നിർത്ത്. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട. നമുക്കിടയിൽ ഈ ഇരുമ്പഴി ഉണ്ടെന്നുള്ള കാര്യം നീ മറക്കണ്ട. എടാ, നിയമത്തിന്റെ മുന്നിൽ നീ ആയിരിക്കും കുറ്റവാളി. പക്ഷെ നിന്റെ ഭാര്യയുടെ അമ്മയുടെ ഒക്കെ മുമ്പിൽ ഞാനാ കുറ്റവാളി. ഈ സമൂഹം പ്രതിക്കൂട്ടിൽ നിൽക്കുന്നതായി കാണുന്ന പ്രതി നീയല്ല, ഈ കരുണാകരക്കുറുപ്പാ. കുറുപ്പിന്റെ പിടിപ്പ് കേട്. ആക്സിഡന്റിനെ കുറിച്ച് നീ എന്നോട് ചോദിക്കരുതായിരുന്നു. ഞാനത് പറയാനും പാടില്ലായിരുന്നു. കുറ്റമേറ്റ് പറഞ്ഞ് ജയിലിലായതുകൊണ്ട് നീ എന്താ നേടിയത്? മനസ്സമാധാനം. കുറ്റം വീട്ടു പറഞ്ഞ് നിയമത്തെ അനുസരിച്ച് ഒരു സാധാരണ പൗരന്റെ മനസ്സമാധാനം. സാധാരണ പൗരൻ വെറുതെ ഓരോന്ന് പറയരുത് മോനെ. ഇപ്പോ മനസ്സിന്റെ ഭാരം കുറഞ്ഞു. എനിക്ക് രാത്രി ഉറക്കം കിട്ടുന്നുണ്ട്. നിന്റെ അമ്മയുടെയും എന്റെയൊക്കെ ഉറക്കം നഷ്ടപ്പെടുത്തിയിട്ടല്ലേ? കുറ്റമേറ്റെടുക്കരുതെന്ന് ഞാൻ നിന്റെ കാല് പിടിച്ച് അപേക്ഷിച്ചിട്ടും ഏതനുസരിച്ചില്ല. ശരി, ഞാനത് മറക്കുന്നു. മാപ്പ് തരുന്നു. അച്ഛനായി പോയില്ലേ? എങ്ങനെയും നിന്നെ ഈ കേസിൽ നിന്ന് ഊരിയെടുക്കാനുള്ള ശ്രമത്തിലാണ് ഞാനിപ്പോ. ഇനിയെങ്കിലും നീ എന്നോടൊന്ന് സഹകരിക്കണം. ഇനിയും മറ്റൊരാളെ കൊണ്ട് കുറ്റം ഏറ്റെടുപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല, സഹകരിക്കില്ല. സാർ, സമയം കഴിഞ്ഞേ. അറിയാതെ ചെയ്ത തെറ്റിന് എന്റെ മോൻ അധികകാലം ജയിലിൽ കിടക്കേണ്ടി വരില്ല. ഇത് കരുണാകരക്കുറുപ്പിന്റെ വാക്കാ. കരുണാകരക്കുറുപ്പിന്റെ ഉറപ്പുള്ള വാക്ക്.